അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഉത്തരാഖണ്ഡിലെ വിൻ്റർ ഇതാ സ്റ്റാർട്ടായിരിക്കുന്നു. ഇപ്പം ഒരു സ്വെറ്റ് ഷർട്ടിലൊക്കെ ഒതുങ്ങാവുന്ന തണുപ്പാണെങ്കിൽ കുറച്ചുകൂടെ കൂടെ കഴിയുമ്പോൾ നല്ല അടിപൊളി ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. ഇപ്പം പിന്നെ വെയിലുള്ളത് കൊണ്ട് വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു. വിൻ്റർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വിശാൽ മാർട്ടിൽ നിന്നൊരു ഷോപ്പിംഗ് അത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും റുട്ടീൻ തന്നെ അതായിട്ടുണ്ട്. കാരണം ഇവിടെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്കാണ് ഓടി വരാറ്. നല്ല റഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. പിന്നെ ഇവിടെ മേള നടക്കുന്നതുകൊണ്ട് കുറേ പേരൊക്കെ അവിടെ നിന്ന് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് ഇവിടെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചത്. ഈ ഒരു സംഭവമൊക്കെ വിൻ്റർ കുർത്തീസാണ്. ഇത് നല്ല കട്ടി ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. ഇത് നമുക്ക് വിൻ്ററിലൊക്കെ ഇട്ടുകൊണ്ട് പുറത്തൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും മേടിച്ചില്ല കേട്ടോ. ആക്ച്വലി എനിക്ക് മേടിക്കാനല്ല നമ്മളിവിടെ വന്നത്. നമ്മളിവിടെ വന്നത് ഋഷിക്കുട്ടൻ്റെ 2 ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ ഡ്രസ്സാണല്ലോ, എപ്പോഴും ചെറുതായി പോകും. അവൻ 1 വർഷം മുമ്പേ എടുത്ത ജാക്കറ്റായിരുന്നു അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പം ലെങ്ത്തൊക്കെ കുറഞ്ഞ് ചെറുതായി. അപ്പോൾ അതിന് പകരം നമ്മൾ പുതിയ കളക്ഷൻസ് വാങ്ങാനായിട്ട് വന്നതാണ്. ഇവിടുത്തെ വിൻ്റർ കളക്ഷനിൽ ഏറ്റവും മികച്ചു നിന്നത് ആ കുർത്തീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലത് ഇഷ്ടമായിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെയുള്ള കളക്ഷൻസൊക്കെ അതൊക്കെ നമ്മളെ നാട്ടിൽ സാധാ നോർമലായിട്ട് കാണുന്നതാണ്. പിന്നെ കുട്ടികളുടെ വിൻ്റർ കളക്ഷൻ അതൊന്ന് വേറെ തന്നെയായിരുന്നു. അതായത് ഒരു 3 വയസ്സിനൊക്കെ താഴോട്ടുള്ള കുട്ടികൾ നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി വിൻ്റർ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ ആ കുർത്തീസിന് തന്നെ പല പല മോഡൽസാണ്. കുട്ടികളിൽ തന്നെ ഈ ഗേൾസിൻ്റെ സെക്ഷനിലാണ് കേട്ടോ കുറച്ചും കൂടെ വെറൈറ്റീസ് ഉള്ളത്. അതല്ലെങ്കിലും എങ്ങനെയാണല്ലോ, എവിടെ പോയാലും ലേഡീസിനാണ് ഡ്രസ്സിലൊക്കെ കൂടുതൽ വെറൈറ്റീസ് കിട്ടുക. അതായത് കുട്ടികളെ ഇതിൽ ബേബി ഗേളിന് നല്ല വെറൈറ്റീസ് കിട്ടും. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു തൊപ്പി ഐറ്റംസൊക്കെ അതൊക്കെ നല്ല രസമാണ്. ഈ മഞ്ഞിൽ നിൽക്കുമ്പം നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നതാണ്. കുട്ടികളുടെയൊക്കെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ജാക്കറ്റുകളാണ് നമ്മൾ ഋഷിക്കുട്ടനെ നോക്കിയത്. പക്ഷേ ഇത് ഭയങ്കര കുഞ്ഞു കുട്ടികളെ 2 വയസ്സിൻ്റെ അടുത്തുള്ള കുട്ടികളെ കളക്ഷൻസാണ്. ഒരു 4 വയസ്സ് മുതൽ മുകളിലായിരുന്നു വെച്ചാൽ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ 2-3 ഐറ്റംസ് നോക്കി. നല്ല കുറച്ച് അത്യാവശ്യം കട്ടിയിൽ നമുക്ക് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റിയ ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. പല കളേഴ്സ് ഉണ്ട്, പല ഡിസൈൻസിലുള്ളത് ഉണ്ടായിരുന്നു. ഋഷിക്ക് അധികം ഇഷ്ടം ഇതുപോലത്തെ സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യാനാണ്. ഇങ്ങനത്തെ അതായത് വെയിലത്ത് പകൽ വെയിലുണ്ടാവും ഇവിടെ. അപ്പോൾ വെയിലുള്ള ദിവസങ്ങളിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് കട്ടിയുള്ള സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹൂഡീസൊക്കെ യൂസ് ചെയ്താൽ മതി. നല്ല തണുപ്പ് വരുമ്പോഴാണ് നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യം വരുള്ളൂ. അതായത് നൈറ്റൊക്കെ പുറത്തിറങ്ങും. പിന്നെ കുഞ്ഞുകുട്ടി ഗേൾസിൻ്റെയൊക്കെ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇവരതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. കുട്ടികൾക്കൊക്കെ ഈ ഗേൾ ബേബിയൊക്കെ ഉള്ളവർക്ക് നല്ല രസമുണ്ടാവും. പിന്നെ ബോയ്സിൻ്റെ കളക്ഷനിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ജെൻസിന് പറ്റിയുള്ള ടീഷർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ അവരുടെ ജാക്കറ്റൊക്കെ അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് കാര്യങ്ങളാണ്. സാധാരണ ഇവിടെ ഇത്രയും വരാറില്ല. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ മേള വന്നതുകൊണ്ട് തന്നെ അധികം സെയിലായിട്ടില്ല തോന്നുന്നു ഈ ഒരു പ്രാവശ്യം. കാരണം മേളയിൽ ഇതിലും ഓഫറിൽ കാര്യങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഭയങ്കര റഷായിരുന്നു മേളേൻ്റെ അവിടെ. നമുക്ക് തന്നെ ഇതേപോലെ ഇട്ട് നോക്കി അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്നത്. എന്നാലും ഇവിടെ അത്യാവശ്യത്തിന് റഷ് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഒന്നും വിറ്റ് പോയിട്ടില്ല. എല്ലാത്തിൻ്റെയും നല്ല നല്ല ഇതുണ്ട്. ഇതൊക്കെ ഗേൾസിൻ്റെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഒക്കെ വരാനാകുമ്പോൾ റെഡിൻ്റെ കുറച്ച് കൂടുതൽ പ്രയോറിറ്റീസ് ആൾക്കാർ എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റെഡ് ഐറ്റംസ് അവിടെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് പ്രമാണിച്ച് വെച്ചതാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗേൾസിൻ്റെയിലും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ക്രിസ്മസ് തീമൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്വെറ്റ് ഷർട്ട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരുപാട് വാലറ്റ്സിൻ്റെയൊക്കെ നല്ല അടിപൊളി ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ലേഡീസ് വാലറ്റ്, ലേഡീസ് ബാഗ്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ സഞ്ചികൾ പോലുള്ള സംഭവങ്ങളില്ലേ, ഇത് ഭയങ്കരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ.
ഈ ഒരു ബാഗിനൊക്കെ ഒരു 200-150 റേഞ്ച് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും മേടിച്ചില്ല കേട്ടോ. എനിക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണാനാണ് അധികം ഇഷ്ടം. ഈ ഒരു സെക്ഷനിൽ 499 ആണ്, പിന്നെ 199 ഉണ്ട്, പിന്നെ 150 ഉണ്ട്, അങ്ങനെ പല പല പ്രൈസ് റേഞ്ച്. പിന്നെ ഞാൻ നേരെ ഗ്രോസറിയിലേക്ക് വിട്ടു. ഈ ഒരു ആനയുടെ പോലത്തെ ഈ ഒരു പ്ലേറ്റ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ ഋഷി കണ്ടില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അവന് ഇപ്പം തന്നെ ഒരുപാട് പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ച് അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു സംഭവം ബൗൾസൊക്കെ ബൈ 1 get 1 ആട്ടോ. ഒന്നിന് 79 എങ്ങനെ വന്നിട്ടുള്ളൂ. ഇതെല്ലാം ബൈ 1 get 1 ആണ്. അപ്പം ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ വാങ്ങിയിട്ട്, അതുകൊണ്ട് അതും മേടിച്ചില്ല. പിന്നെ ഇവിടെ കുറേ ബൗൾസ് കാര്യങ്ങൾ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മേടിക്കണം എന്ന് തോന്നും കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്കങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഓൾറെഡി എനിക്കിതെല്ലാം കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ഒരു സെക്ഷൻ മൊത്തം ഗ്രോസറി സംഭവങ്ങളാണ്, അടിപൊളിയാണ് കാണാൻ. പിന്നെ ഋഷി നമ്മളെ വലിച്ചുകൊണ്ട് പോയത് ഈ ഒരു സെക്ഷനിലേക്കായിരുന്നു. ഋഷീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനായിരുന്നു ഈ ഒരു സംഭവം. ഇവിടെ പല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടോയ്സ് കിട്ടും കേട്ടോ. പക്ഷേ റേറ്റും അത്യാവശ്യം കുറവായിരിക്കും, ചിലതിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം സ്കിപ്പ് അടിച്ച് പോകുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഈ പാത്രങ്ങളുടെയൊക്കെ സെക്ഷനിൽ പോയി, പിന്നെ ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കണ സെക്ഷനിൽ പോയി. ഇത് ഞാൻ ഓൾറെഡി 2 മേടിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആണ്. പിന്നെ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഫ്ലവേഴ്സ് പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഇതിനും ഒരു ഭംഗിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. പക്ഷെ ഇത് പെട്ടെന്ന് പൊടി പിടിക്കും. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി പിടിക്കും ഇത്. വിൻ്ററായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും വിറ്റഴിക്കപ്പെടുന്നത് ഈ ഒരു തൊപ്പിയാണ്. എനിക്കിഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടാണ്. ഋഷിക്കും ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ആക്സസറീസ് ഇല്ലേ, ക്യൂട്ടായിട്ടുള്ള ഗേൾസിൻ്റെ ആക്സസറീസ്, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതുപോലത്തെ പാവകൾ ഒരുപാട് നല്ല റേറ്റ് കുറവിന് നല്ല അടിപൊളി പാവകൾ കിട്ടും കേട്ടോ. 100, 150, 250 ആ റേഞ്ചിനാണ് ഈ ഒരു പാവകളൊക്കെ. പിന്നെ അതൊരു കുഞ്ഞ് ബാഗാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇതിന് പല വെറൈറ്റി ഉണ്ട്. ഒരു 200 or 150 എങ്ങനെ വരുന്നു റേഞ്ച്. പിന്നെ കപ്സ്, ഞാൻ എപ്പോഴും പോകുമ്പോഴും കപ്പ് വാങ്ങാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ കപ്പ് വാങ്ങിയില്ല ഗൈസ്, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് കപ്പുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ കപ്പിൻ്റെ ആവശ്യം അത്രയില്ല. പണ്ട് കോഫി കുടിക്കുമ്പോഴാണ് വെറൈറ്റി കപ്പിൻ്റെ ആവശ്യം. ഇതൊക്കെയാണ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.